ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത സർവകക്ഷി സംഘങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് തീരത്തിന് സമീപം തീപിടിച്ച വാൻഹായ് ചരക്ക് കപ്പലിലെ 4 ജീവനക്കാർക്കായി തെരച്ചിൽ തുടരുന്നു. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 9 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജിതമായി. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലണ്ടനിൽ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഇന്ന് തുടങ്ങും. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത സർവകക്ഷി സംഘങ്ങൾ വിവിധ രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച രീതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ദൂറിന്റെയും സാഹചര്യങ്ങൾ ലോകത്തെ ധരിപ്പിക്കുന്നതിൽ സർവകക്ഷി സംഘങ്ങൾ നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി വിലയിരുത്തി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. 33 ലോക തലസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ സന്ദർശനം നടത്തിയ സംഘത്തിലെ അംഗങ്ങളുമായി നരേന്ദ്രമോദി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സമാധാനം നിലനിർത്താനും ഭീകരവാദം ഇല്ലായ്മ ചെയ്യാനും ഇന്ത്യയുടെ പ്രതിബദ്ധത സർവകക്ഷി സംഘങ്ങൾ ലോകത്തിനു മുന്നിൽ വ്യക്തമായി അവതരിപ്പിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ സേവിക്കാൻ അവസരം നൽകിയ പ്രധാനമന്ത്രിയെ അമേരിക്കൻ സംഘത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂർ അഭിനന്ദിച്ചു. ശ്രീകാന്ത് ഷിൻഡെ, രവിശങ്കർ പ്രസാദ്, കനിമൊഴി, സുപ്രിയ സുലെ, സഞ്ജയ് ഝാ, ബൈജയന്ത് പാണ്ഡ എന്നിവരാണ് മറ്റു സംഘങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭീകരവാദത്തിനെതിരെയുണ്ടായ ഏറ്റവും വലിയ നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിലയിരുത്തി. പഹൽഗാമിലുണ്ടായത് ഇന്ത്യൻ പൌരന്മാർക്ക് നേരെയുണ്ടായ ആക്രമണമല്ല, രാജ്യത്തിന്റെ സാമൂഹ്യ ഐക്യത്തിന് നേരെയുണ്ടായ ഏറ്റുമുട്ടലായിരുന്നുവെന്ന് അദ്ദേഹം ഡെറാഡൂണിൽ പറഞ്ഞു. അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനത്തെ നേരിടാൻ നയതന്ത്രപരവും സാമ്പത്തികവുമായ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ ഇന്ത്യയുടെ മാറിയ കാഴ്ചപ്പാട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകത്തിന് ബോധ്യമായെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാൻ തീരരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തീവ്രശ്രമം തുടരുന്നു. തീ ഇപ്പോഴും പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല. കപ്പലിന്റെ മുൻഭാഗത്തെ തീ അണയ്ക്കാൻ കഴിഞ്ഞെങ്കിലും കനത്ത പുക ഇപ്പോഴും ഉയരുന്നുണ്ടെന്ന് രക്ഷാസേന അറിയിച്ചു. കപ്പൽ ഏകദേശം 10-15 ഡിഗ്രി വരെ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിട്ടുമുണ്ട്. കപ്പലിൽ നിന്ന് കാണാതായ 4 ജീവനക്കാർക്കായി തെരച്ചിൽ തുടരുകയാണ്. കെനിയയിലെ ബസ് അപകടത്തിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു. നെയ്റോബിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മരിച്ചവരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിലും 5 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. പരിക്കേറ്റ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ പൌരന്മാരെ നെയ്റോബിയിലെ ആശുപത്രികളിലേക്ക് മാറ്റുമെന്ന് നോർക്ക വഴി പ്രശ്നത്തിൽ ഇടപെട്ട ലോക കേരള സഭാംഗങ്ങൾ അറിയിച്ചു. നിലവിൽ നെഹ്റൂറുവിലെ ആശുപത്രികളിൽ കഴിയുന്നവരെ നെയ്റോബിയിൽ എത്തിക്കാൻ ശ്രമം പുരോഗമിക്കുകയാണ്. മരിച്ചവരുടെ ശരീരങ്ങളും നെയ്റോബിയിലേക്ക് കൊണ്ടുപോകും. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിയോടെയാണ് വിനോദസഞ്ചാരത്തിന് പോയ 28 അംഗ ഇന്ത്യൻ സംഘത്തിന്റെ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 9 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾ പരമാവധിയിലേക്ക് നീങ്ങുകയാണ്. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുന്നതിനാണ് പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ കനത്തേക്കുമെന്ന സൂചനകൾക്കിടെ പ്രചാരണ ചൂട് നിലനിർത്താൻ സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തന്ത്രത്തിനാണ് 3 മുന്നണികളും കക്ഷിരഹിതരും പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. ഡെസ്ക് റിപ്പോർട്ട്. പതിവു രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം അനന്തു എന്ന വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചാരണത്തിൽ നിറഞ്ഞുനിന്നു. വെൽഫെയർ പാർട്ടി യുഡിഎഫിന് പ്രഖ്യാപിച്ച പിന്തുണയും പിഡിപിയുടെ ഇടതു പിന്തുണയും ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. എൽഡിഎഫ് പ്രചാരണത്തിനുവേണ്ടി പി പ്രസാദും പി രാജീവുമടക്കം 4 മന്ത്രിമാർ മണ്ഡലത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യമാണ് യുഡിഎഫിന്റെ ആവേശം. കെ സുരേന്ദ്രന്റെയും ശോഭാ സുരേന്ദ്രന്റെയും നേതൃത്വത്തിലാണ് ബിജെപി ക്യാമ്പിന്റെ പ്രചാരണം. യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ 2ാംഘട്ട പഞ്ചായത്ത് പര്യടനം ഇന്ന് തുടങ്ങും. എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് കരുളായി പഞ്ചായത്തിലാണ് ഇന്ന് പര്യടനം സംഘടിപ്പിക്കുന്നത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പര്യടനം ഇന്ന് പോത്തുകല്ല് പഞ്ചായത്തിലാണ്. പി വി അൻവറും പ്രചാരണ രംഗത്ത് സജീവമാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ രാജ്യത്തെ ഇടത്തര ചെറുകിട വ്യവസായ മേഖല 15 ഇരട്ടി വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി ജിതിൻ റാം മഞ്ചി ന്യൂഡൽഹിയിൽ അറിയിച്ചു. 2016ലാണ് എംഎസ്എംഇക്ക് പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചതെന്ന് മഞ്ചി പറ്റ്നയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിങ്കളാഴ്ച വരെ 6,46 ലക്ഷത്തിൽപ്പരം സംരംഭങ്ങൾ എംഎസ്എംഇയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ 28 കോടി ആളുകൾ സ്വയം തൊഴിൽ കണ്ടെത്തിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചു.
ഈ മാസം 21 യോഗ സംഗമത്തിന് ആതിഥേയത്വം വഹിക്കാൻ രാജ്യത്ത് 50,000-ലേറെ സംഘടനകൾ രജിസ്റ്റർ ചെയ്തതായി ആയുഷ് മന്ത്രാലയം അറിയിച്ചു. 11,000-ലധികം സംഘടനകൾ രജിസ്റ്റർ ചെയ്ത രാജസ്ഥാനാണ് സംസ്ഥാനങ്ങളിൽ മുൻനിരയിൽ. ഏകഭൂമിക്കും ഒരേ ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാദിന പ്രമേയം. ആക്സിയം 4 ബഹിരാകാശ ദൌത്യത്തിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റി. റോക്കറ്റിന്റെ ബൂസ്റ്ററിൽ കണ്ടെത്തിയ ലിക്വിഡ് ഓക്സിജൻ ചോർച്ചയെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിയതെന്ന് സ്പേസ് എക്സ് അറിയിച്ചു. പുതിയ വിക്ഷേപണ തീയതി പിന്നീട് അറിയിക്കും. ഇന്ന് വൈകിട്ട് 5:30-നാണ് വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 യാത്രികരാണ് ദൌത്യത്തിൽ പങ്കെടുക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. ശക്തമായ മഴസാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. അടുത്ത ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് മഴ കൂടാൻ സാധ്യതയുണ്ടെന്നും കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കിയിലെ കല്ലാർകുട്ടി പാംബ്ള അണക്കെട്ടുകളുടെ ഷട്ടറുകൾ പുലർച്ചെ ഉയർത്തി. പാംബ്ളയിൽ 50 സെന്റിമീറ്ററും കല്ലാർകുട്ടിയിൽ 1 അടിയുമാണ് ഷട്ടർ ഉയർത്തിയത്. പെരിയാറിന്റെ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസങ്ങളിൽ ധനസഹായം വിതരണം ചെയ്യാൻ 20,94 ലക്ഷം രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരമാണ് ധനസഹായം. തൊഴിലാളികളിൽ നിന്ന് പരമാവധി 1,500 രൂപ വീതം തുക സമാഹരിച്ച് മെയ് മുതൽ സെപ്റ്റംബർ വരെ മാസങ്ങളിൽ കേന്ദ്ര സംസ്ഥാന വിഹിതം കൂടി ചേർത്ത് 4,500 രൂപ വീതമാണ് നൽകുന്നത്. കടൽ മേഖലയിലെ ഗുണഭോക്താക്കൾക്ക് തുക വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ഉൾനാടൻ മത്സ്യമേഖലയിലെ ഗുണഭോക്താക്കൾക്ക് അടുത്ത മാസമായിരിക്കും ധനസഹായം കൈമാറുക. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ലക്ഷദ്വീപ് സന്ദർശനം കവരത്തി ദ്വീപിൽ പുരോഗമിക്കുന്നു. ഇന്നലെ വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ പൊതുപരിപാടികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് സഹമന്ത്രി തിരിച്ചറിയൽ കാർഡുകളും വിതരണം ചെയ്തു. വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ ഭാഗമായ കർഷക സമ്പർക്ക പരിപാടി കൊല്ലം ജില്ലയിലെ 9 ബ്ലോക്കുകളിൽ പൂർത്തിയായി. ഇന്ന് ചിറ്റുമല, ഇത്തിക്കര ബ്ലോക്കുകളിലാണ് പരിപാടി. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തീർത്ഥാടകർക്കായി കെഎസ്ആർടിസിയുടെ ബജറ്റ് ടൂറിസം സെൽ 100 ട്രിപ്പുകൾ സജ്ജമാക്കിയതായി കണ്ണൂർ ഡിടിഒ വി മനോജ് കുമാർ അറിയിച്ചു. കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും പ്രത്യേക സർവീസുകൾ ഉണ്ടാവും. സംസ്ഥാനത്ത് പലയിടത്തും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രായമായവരും മറ്റു രോഗങ്ങൾ ബാധിച്ചവരും കൂടുതലായി മുൻകരുതലെടുക്കണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ഇത്തരക്കാരിൽ കോവിഡ് ഗുരുതരമായേക്കാം എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നിർദ്ദേശം. പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ശീലമാക്കണം. നിലവിൽ 2223 സജീവ കോവിഡ് കേസുകൾ സംസ്ഥാനത്തുണ്ട്. 96 പേർ ചികിത്സയിൽ കഴിയുന്നു. എറണാകുളം ജില്ലയിലാണ് കൂടുതൽ രോഗബാധിതർ 431. കോട്ടയത്ത് 426 കേസും തിരുവനന്തപുരത്ത് 365 കേസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന ആർആർടി യോഗം ഡെങ്കിപ്പനി, എലിപ്പനി പ്രതിരോധത്തിന് മൈക്രോ പ്ലാൻ അനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചു. ലണ്ടനിൽ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഇന്ന് തുടങ്ങും. നിലവിൽ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് പോരാട്ടം. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3-ന് ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ഗ്രൌണ്ടിലാണ് മത്സരം. പരാതിക്കാരുടെ പ്രശ്നങ്ങൾക്ക് സമയബന്ധിതമായി പരിഹാരം ലഭ്യമാക്കണമെന്ന് നിയമസഭയുടെ ഹർജികൾ സംബന്ധിച്ച സമിതി നിർദ്ദേശിച്ചു. കോഴിക്കോട് സിറ്റിംഗിലാണ് നിർദ്ദേശം നൽകിയത്. കാസർകോട് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ നൽകിയ പകരം ഭൂമിക്ക് പട്ടയം ലഭ്യമാക്കാതിരുന്ന പരാതിയിൽ 40 ദിവസത്തിനകം പരിഹാരം കണ്ടെത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് സമിതി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി മുഖ്യാതിഥിയായി പങ്കെടുത്ത സംഭവത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്ററെ സസ്പെൻഡ് ചെയ്തു. പ്രതി ചടങ്ങിലെത്തിയതിൽ ഹെഡ്മാസ്റ്റർക്ക് വീഴ്ചയുണ്ടായെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പോളിടെക്നിക് കോളേജ് പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ തീയതി ഈ മാസം 16 വരെ നീട്ടി. ഇതുവരെ അപേക്ഷ നൽകാത്തവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. സംസ്ഥാനത്തെ രണ്ടാംഘട്ട പ്ലസ് 1 പ്രവേശനം ഇന്ന് അവസാനിക്കും. അലോട്ട്മെന്റ് ലഭിച്ചവർ ഇന്ന് വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. നാളെ ലോക ബാലവേല വിരുദ്ധ ദിനം. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ വിവിധ പരിപാടികൾ ഉണ്ടായിരിക്കും. സംസ്ഥാനതല പരിപാടി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത സർവകക്ഷി സംഘങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് തീരത്തിന് സമീപം തീപിടിച്ച വാൻഹായ് ചരക്ക് കപ്പലിലെ 4 ജീവനക്കാർക്കായി തെരച്ചിൽ തുടരുന്നു. തീപിടുത്തം പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 9 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജിതമായി. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലണ്ടനിൽ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഇന്ന് തുടങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.